മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. ഗൂഗിൾ മാപ്പ് നോക്കി യഥാർത്ഥ സ്ഥാനത്തെത്തുന്നവരും കുഴിയിലും പുഴയിലും വീഴുന്നവരുമുണ്ട്. നിരവധി ദാരുണ സംഭവങ്ങളും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്തവർക്കുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന നാവിഗേഷൻ സംവിധാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഗൂഗിൾ മാപ്പ്. ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ അബദ്ധം പറ്റാതിരിക്കാൻ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാലാവസ്ഥയിലെ മാറ്റങ്ങളും ഇടറോഡുകളിലെ വ്യത്യാസങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഗൂഗിൾ മാപ്പിൽ പ്രത്യക്ഷപ്പെടൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഗൂഗിൾ മാപ്പ് പ്രവർത്തിക്കുന്നത് ഉപഗ്രഹ ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ഇടറോഡുകളിൽ ചിലപ്പോൾ റോഡിന് തടസ്സമോ തകരാറുകളും ഉണ്ടാകുന്നത് നമ്മൾ അറിയാതെ പോകും. ഈ തടസ്സങ്ങൾ അറിയാതെ യാത്ര ചെയ്യുന്നവർ പാതി വഴിയിൽ കുടുങ്ങുകയും അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയാണ്. ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മാർഗം മറ്റൊന്നുമല്ല. പരിചയമില്ലാത്തതും വിജനവുമായ മേഖലകളാണെങ്കിൽ പരമാവധി പ്രധാന റോഡുകളിൽ കൂടി മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കുക. മാപ്പ് നോക്കി പോകുന്നവർ ഇടറോഡുകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇടറോഡ് വഴി പോകേണ്ട അവസ്ഥയാണെങ്കിൽ നാട്ടുകാരോട് റോഡിന്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും. ഇനി പോകുന്ന വഴിയിൽ പ്രശ്നമോ ഗതാഗത തടസ്സമോ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മളെപ്പോലെ മറ്റുള്ളവരും കുടുങ്ങാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. ഗൂഗിൾ മാപ്പ് തുറന്ന് കോൺട്രിബ്യൂട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ നിന്ന് എഡിറ്റ് മാപ്പ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇതിൽ ആഡ് ഓർ ഫിക്സ് റോഡ് എന്ന പുതിയ ഓപ്ഷൻ എടുത്ത് റോഡിന്റെ പ്രശ്നം എന്താണോ അത് റിപ്പോർട്ട് ചെയ്യാം. സെറ്റിംഗ്സിലെ സൗകര്യം ഉപയോഗിച്ച് ഗൂഗിൾ മാപ്പിൽ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സെറ്റിംഗ്സിൽ പോയി ഗൂഗിൾ ലൊക്കേഷൻ സെറ്റിംഗ്സ് തിരഞ്ഞെടുത്ത ശേഷം അഡ്വാൻസ്ഡിൽ ടാപ്പ് ചെയ്യുന്നതിലൂടെ ലൊക്കേഷൻ ഹൈ അക്യുറസിയിൽ വെക്കാനാകും. ഇതിനുശേഷം വരുന്ന മെനുവിൽ ഗൂഗിൾ ലൊക്കേഷൻ അക്യുറസി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഓൺ ആക്കി വെക്കാം. കോമ്പസ് കാലിബ്രേറ്റ് ചെയ്യുക എന്ന ഓപ്ഷനും പരിഗണിക്കാവുന്നതാണ്. ഇതുവഴി ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും.